സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് സത്യങ്ങൾ, അതായത് തൻ്റെ സ്വന്തം അമ്മയല്ല സാഗറും സുജി എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയുന്നത് വരെയും പ്രശ്നങ്ങൾ നിരന്തരമുണ്ടാക്കി, ഒടുക്കം ആൻറ്റിയമ്മ ഉൾപ്പെടെ ആ സത്യങ്ങൾ അറിയുന്നത് വരെയും പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം സത്യങ്ങളെല്ലാം കൃഷ് അറിഞ്ഞതിന് ശേഷം സുജിയുടെ ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഒക്കെ ഒരുപാട് മാറുന്നുണ്ട്. അതായത് കൃഷിനോട് താൻ ചെയ്യുന്നത് ദുഷ്ടത്തരമാണെന്നും അതുപോലെ ഇനി പഴയ പോലെ കൃഷിനെ എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു മനോഭാവത്തിൽ സുജി വരുമ്പോഴത്തേക്കും സത്യങ്ങളെല്ലാം അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതൊന്നും അറിയാതെ കൃപമോളും അതുപോലെ ബലരാമനെയും ഒക്കെ കൂട്ടി കൺമണിയായിട്ടൊരു ട്രിപ്പിന് പോകുന്നുണ്ട് നമ്മുടെ കൃഷാണെങ്കിൽ. ഇപ്പം കൃഷിന് പഴയ പോലെ പൊസസീവ്നെസ് ഒന്നുമില്ല. കാരണം ഒരമ്മയ്ക്ക് സ്വന്തം മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നുള്ള കാര്യമൊക്കെ കൃഷിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബലരാമനോടും കൃപയോടൊക്കെ കൂടുതൽ സ്നേഹം കാണിക്കുന്നു. തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൽ ഇപ്പം വലിയ പിണക്കമൊന്നും പുള്ളിക്കാരനില്ല. എന്തായാലും അവരെല്ലാം കൂടി സന്തോഷത്തോടെ ഇങ്ങനെ ട്രിപ്പിന് പോകുന്ന കാര്യം വരുണാണെങ്കിൽ വിളിച്ച് നമ്മുടെ മാനസയെ അറിയിക്കുന്നുണ്ട്. അവർ സിറ്റിയിലോട്ട് ഇറങ്ങിയിരിക്കുവാണ്. കൃപയും കൃഷും ബലരാമനും അതുപോലെ കൺമണിയുമായിട്ട് അടിച്ചു പൊളിക്കാൻ പോയിരിക്കുക എന്ന് പറയുമ്പം അമ്മക്ക് ആ യാത്ര പൊളിക്കണമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് നമ്മുടെ മാനസയാണെങ്കിൽ വരുണിനെ അറിയിക്കുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് പുള്ളിക്കാരി. എത്തവണത്തെയും പോലെ ഇത്തവണയും പണി പാളി കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പുറപ്പാടിലാണ്. എന്നാൽ അതേസമയം സുജി ആണെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുവാണ്. ഞാനൊരിക്കലും ഒരു നല്ലൊരു അമ്മയല്ല, കൃഷിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു മുറിവ് മാറ്റണം, എനിക്ക് പഴയ പോലെ അവനെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പം നീ നല്ലൊരു അമ്മയാണ്, നിനക്ക് ഇനിയും നല്ലൊരു അമ്മയാകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സാഗറാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. എന്തായാലും ആ ഒരു പറഞ്ഞതും കാണിച്ചതും മാത്രമല്ല ആൻറ്റിയമ്മയോട് സത്യങ്ങൾ തുറന്നു പറയുന്നതും കേട്ട കൃഷിന് എത്രത്തോളം ഇനി സുജിയെ ആ ഒരു പഴയ രൂപത്തിൽ സ്നേഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു നാടകമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ബലരാമനും കൃപയ്ക്കുമൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർക്കാണെങ്കിൽ കൃഷിൻ്റെ സ്വഭാവം വീണ്ടും സ്നേഹത്തോടായപ്പോഴത്തേക്കും അതിനേക്കായും സന്തോഷം. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി സത്യങ്ങൾ ഓരോരുത്തരും വെച്ച് അറിയുമോ? ഇനി ആൻറ്റിയമ്മ ഇപ്പം കൃഷിനെ സ്നേഹിക്കുന്നത് പോലെ മാനസയോട് തുറന്നു പറഞ്ഞ് അതുപോലെ വീണ്ടും ഇനി സുജി കാണിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ ആൻറ്റിയമ്മയായിട്ട് ഇനി കാണിച്ചു കൂട്ടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാത്തിരിക്കുക എന്താകുമെന്ന്. പാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയും തിരിച്ചു കിട്ടത്തില്ലെന്നല്ലേ പറയുന്നത്. അതുപോലെ സുജി കാണിച്ച ഈ മണ്ടത്തരം സുജിക്ക് തന്നെയാണ് വിനയായി മാറിയത്. നല്ലൊരു അമ്മയായിട്ട് കൃഷിൻ്റെ മനസ്സിൽ ഇടം നേടിയ സുജി ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ചെറുതായിട്ട് അകന്നു തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ സുജിയുടെ ഈ ഒരു പക്ഷാഭേദവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കൃഷിനും ആ ഒരു വിഷമം നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു.